അവിടെ ഒക്കെ വരും. എന്നെ വിളിച്ചാ ഞാൻ വിളിച്ച് ചോദിച്ചില്ല. അവര് വന്നപ്പോ എന്നെ ചോദിക്കത്തില്ലായിരുന്നു. ഒന്നും ചക്കര പഠിക്കാനുണ്ടോ? വീഴും. എന്റെ ഡയറി മറന്നു വെച്ചോണ്ട് എനിക്ക് തന്നെത്തില്ല. ഡയറി എഴുതാതെ വന്നവർക്കാ അറിയത്തില്ല. എന്റെ ഡയറി ഇവിടെ വെച്ചോണ്ടാ എനിക്ക് അറിയത്തില്ല. അപ്പനോട് കഴിച്ചോന്ന് ചോദിച്ചു. പാപ്പ കഴിച്ചോന്ന് ചോദിച്ചു. കഴിക്കും. ജാനിക്കുട്ടി കണ്ണടച്ച് വെക്കണേ. മമ്മി പറഞ്ഞിട്ടേ കണ്ണു തുറക്കാവുള്ളേ. ഓട്ട് കണ്ടിട്ട് നോക്കല്ലേ കേട്ടോ. കൈ നീട്ടിക്ക്. എന്തോന്നു ചേച്ചി എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? ഇപ്പൊ എന്നോട് ഇവിടെ ഇരുന്ന് വഴക്കിട്ടോണ്ടിരിക്കുവായിരുന്നു. ചേട്ടൻ വല്ലതും വിളിച്ചു പറഞ്ഞോ? താങ്ക് യു മാത്രമേ ഉള്ളൂ. ഇത്രയും നേരം നീ ഇത് പറഞ്ഞോണ്ടിരുന്നിട്ട്. കരയാവല്ലേ ഇപ്പൊ? ആ അവിടെ എന്തേ ജാനിക്കുട്ടി കാണിച്ച ഇതിന്റെ കാര്യമാണോ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്? ഗ്രീൻ എടുക്കട്ടെ. അതേണ്ട പാല് കൊണ്ടുവെക്കാൻ പറ. പാല് കൊണ്ടുവെക്കാൻ. മനസ്സിലായി. ചേട്ടൻ പറഞ്ഞോ? ഓരോ കളറാണ്. ഞാൻ 4 മണിക്ക് വന്ന് നോക്കിയപ്പോ അവിടെ മൊത്തം വെള്ളം. ഓടിട്ടിട്ട് സിമെന്റിട്ട് മതിൽ പണിയാണ്. മതിൽ പണിയാമോ? കുഞ്ഞോനെ ഓടിയല്ല മൊന്നോ. കുഞ്ഞോനെ ഓടിക്കണ്ട് ഇങ്ങോട്ട്. ഈ കരിയാപ്പിലാവില്ല. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങ തീർന്നായിരുന്നു, തേങ്ങ വാങ്ങിച്ചു. ഇത് എനിക്കുള്ളതല്ല കേട്ടോ, ഇതൊരു പാഴ്സൽ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ പാല് വാങ്ങിച്ചു, ഒരു അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ ഏത്തപ്പഴം രാവിലത്തേടം പറഞ്ഞു വിടാനുള്ളത് കേട്ടോ.
പിന്നെ ജാനിക്കുട്ടിയും കുഞ്ഞാനെയൊക്കെ കാണാൻ കയറി കുക്കു തന്നതാണ്. പൈനാപ്പിൾ കയറി. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു. ചിക്കൻ മേടിച്ച് അവർക്ക് കൊടുത്തു. ഞാനൊരു 3-4 കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ദിവസം കുഞ്ഞനപ്പം ഉണ്ടാക്കി വെള്ളക്കറി വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നേരത്തേക്കുള്ളത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബാക്കി അവിടെ ഏൽപ്പിച്ച്. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയൊക്കെ നമുക്ക് ചിക്കൻ ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് മേടിച്ചതല്ല. നമുക്കല്ല, അമ്മ വെച്ച് തന്നായിരുന്നല്ലോ, നമ്മൾ കഴിച്ചായിരുന്നല്ലോ. പിന്നെ എന്താണ് ഭയങ്കര ഉഷ്ണം. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി അല്ലറ ചില്ലറ സാധനങ്ങൾ, കുഞ്ഞുന് ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ, ചായയൊക്കെ കുടിക്കാൻ നേരത്തെ അവൻ ബിസ്ക്കറ്റൊക്കെ കുഞ്ഞല്ലേ, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഏത്തക്കായും മേടിച്ചത് കേട്ടോ. അതിന് 2 ഞാൻ എടുത്തുകൊണ്ട് പോരുന്നത്, രാവിലത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി അവിടെ കുഞ്ഞിന് കൊടുത്തു. പിന്നെ രാവിലെ ഞാൻ ചോറ് അരി തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. തോരനും ആ ചിക്കൻ കറിയുടെ ഇച്ചിരിയൊക്കെ ഇരിപ്പുണ്ട്, മോരുകറിയുണ്ട്. ഇന്നിനിയൊന്നും വെക്കുന്നില്ല. പിന്നെ മനസ്സിനൊരു സുഖമില്ല. ഒന്നും മാറി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഒരു ഉന്മേഷം തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പോൾ ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു Q&A ചെയ്യാം. കുറേ ആയിട്ട് എല്ലാവരും പറയാറുണ്ട്, പറഞ്ഞെല്ലാം അടുത്ത് മാറ്റി വെച്ച കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് Q&A ആക്കാം. നിങ്ങൾക്ക് നമ്മുടെ എന്ത് വിശേഷങ്ങളാണ് അറിയാനുള്ളതെന്ന് ചോദിക്കുക. തികച്ചും വ്യക്തിപരമായ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക, ദൈവത്തെ ഓർത്ത് കേട്ടോ. ചോദിച്ചാൽ അതിന് മറുപടി തരാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് സാമാന്യ ബോധത്തോടെ ചിന്തിച്ചാൽ മനസ്സിലാകും. പിന്നെ പുതിയതായിട്ട് ചാനലിൽ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ പഴയ വീഡിയോസ് ഒന്നും എടുത്തു വെച്ച് കാണാനുള്ള സമയമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ആക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു ലൈവ്, ഈ മാസം തന്നെ ഒരു ലൈവ് വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ പോളിസിയൊക്കെ അനുസരിച്ച് മാസത്തിലൊരു ലൈവൊക്കെ നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്, നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ ഫേസ്ബുക്കൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ലൈവ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം, ഇന്ന് ലൈവ് വന്ന് നോക്കാം ആരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയങ്ങളൊക്കെ വരണം, നമുക്ക് മില്ലിയും പറഞ്ഞിരിക്കാം. അപ്പം ഞാൻ കുളിച്ച് വരാം കേട്ടോ. കുറെ തുണികൾ മടക്കി വെക്കാനുണ്ട്, നമുക്ക് മടക്കി വെക്കാം. നാളെ ബുധനാഴ്ചയല്ല, നാളെ തുണി കഴുകുന്നുണ്ട്. അപ്പൊ ഇനി ഇതുപോലെ തന്നെ നാളെ ഇങ്ങോട്ട് ഉണങ്ങിയതല്ല ഇനി വരും ഈ കസേരയിലോട്ട്. പിന്നെ ഇന്നായിരുന്നു പുല്ലാട്ട് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ അടക്കം. കുഞ്ഞുങ്ങള് എന്താ പറയുന്നേ, അമ്മ ഇങ്ങ് വരിക ഇവിടെ താമസിക്കാനെന്നുള്ള ഒരു സന്തോഷത്തിൽ ഇരുന്നെടുത്ത് എങ്ങനെയാ വരുന്നത് അല്ലേ. അപ്പൊ ഞാൻ ആ വീട് പണിയുടെ സമയത്തൊക്കെ എന്നോട് ഓരോരുത്തരും ചടങ്ങുകളെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മള് എന്താ പറയുന്നത്, എനിക്ക് ഒരുപാട് ഇതിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. കാരണം കുറച്ചൊക്കെ അനുഭവങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഈ ചുറ്റുപാടും കാണുന്നതൊക്കെ എന്താ, രഞ്ജിത ഒരു വീട് വെക്കുന്നുണ്ടായിരുന്നു, സമയമൊക്കെ നോക്കി പൂജകളൊക്കെ ചെയ്ത് സമയാസമയത്ത് എല്ലാം ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടായിരിക്കുമല്ലോ അവർ ആ വീട് വെച്ചത്. ഒരു മുറിയും അടുക്കളയും വൃത്തിയാക്കി അങ്ങോട്ട് മാറണമെന്നുള്ള തീയതി എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോ രഞ്ജിതയുടെ വിധി എന്തായിരുന്നു, ആ വീട്ടിലേക്ക് എങ്ങനെ വരാനായിരുന്നു, അതുപോലെ തന്നെ നടക്കും. നമ്മൾ ഇനി എത്രയൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ വിധിച്ചിട്ടുള്ള വഴിയെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ പ്രിയങ്ങളോട് പറയാറില്ലേ, അപ്പൊ നമ്മള് പാലുകാച്ചിന്റെ ഒക്കെ ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ എന്നോട് ചോദിച്ചായിരുന്നു. വെഞ്ചരിപ്പ് എന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. വെഞ്ചരിപ്പിന്റെ കാര്യം അത് വേറെ പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അതൊക്കെ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ അവര് എന്നാന്ന് വെച്ചാൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ളതൊന്നും ചെയ്യാഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ നമ്മള് കഠിനമായിട്ട് നമ്മുടെ വിധികളെ ഒന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള പൂജകളൊന്നും നടത്തിയിട്ട് കാര്യമില്ല.
എല്ലാത്തിനും അതിൻ്റെതായ സമയങ്ങളിൽ അത് നടന്നിരിക്കും. ഈ ഒരു വീട് വെപ്പ് തന്നെ നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്ത് നടന്നു. ഒരുപാട് അങ്ങോട്ട് ആലോചിക്കാൻ നിൽക്കാതെ അതങ്ങ് ചെയ്തേക്കാം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിച്ചത് നമുക്ക് അതിനുള്ള സമയമായി. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് വരാൻ സമയമാകുമ്പോൾ അത് വന്നിരിക്കും. അതിന് നമ്മള് ഒരുപാട് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ മാറ്റപ്പെടുമെന്നൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴിയിൽ തങ്ങത്തില്ല. ഇന്ന് ഫേസ്ബുക്ക് തുറക്കുമ്പോഴെല്ലാം ആ ഒരു ബോഡി വരുന്നതും പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നതും അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ്. ഒക്കെ കണ്ടപ്പോ ഞാൻ ഓർത്ത, ദൈവമേ, ഒരു വീടെന്ന് പറയുന്നത് ഒരു ആയുസിന്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് സന്തോഷത്തോടെ വന്ന് കയറാൻ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കാത്തിരുന്ന ഒരാളാണ് ഈ രീതിയിൽ വരുന്നത്. അപ്പൊ എന്റെ പ്രിയങ്ങളെ, മനുഷ്യനാണ്. നമുക്ക് വരാനുള്ളത് എന്താണെന്നുള്ളത് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ഉള്ള സമയത്ത് ആരെയും ദ്രോഹിക്കാതെ നമുക്കെല്ലാവരെയും സഹായിക്കാനോ എല്ലാവർക്കും നന്മ ചെയ്യാനോ നല്ല വാക്കുകൾ പറയാനോ ഒന്നും ചിലപ്പോൾ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ നമുക്ക് ആരും ദ്രോഹിക്കാതിരിക്കാൻ പറ്റും, അല്ലെ? ഒരു പുഞ്ചിരിയെങ്കിലും ഒരാൾക്ക് സമ്മാനിക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യം തന്നെയാണ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്രയെങ്കിലും ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയം സമാധാനത്തോടെ ഇരിക്കുക. ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ കുറെയൊക്കെ ചിന്തിക്കും, പിന്നെ നമ്മൾ തദൈവയാകും. കുറെ വിഷമം തോന്നി എന്റെ പ്രിയങ്ങളെ. ഞാൻ പറഞ്ഞില്ലേ, മനസ്സ് ശരിയല്ലാന്ന് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ പറ്റിയാണ് ഓർത്തത്. അവർ ഏത് അവസ്ഥയിലാണ് അവരുടെ അമ്മ അവരുടെ അടുക്കലേക്ക് വരുന്നതെന്ന് അങ്ങനെയാണ് ഞാൻ ഓർത്തത്. നല്ലപോലെ ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല. ഈ ഡിസൈൻ ഫ്രണ്ടിൽ വരുന്ന ഡിസൈൻ ആയിരുന്നു കണ്ടോ. അത് ഞാൻ പറഞ്ഞപ്പോ പറയാം, ഞാൻ കണ്ടായിരുന്നു. ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ. അല്ല, അമ്മമ്മോട് ചോദിച്ചു നോക്കാം. എന്നിട്ട് അത് തിരിച്ചിടാനുള്ള ഇതില്ലേ? എന്നാ ഇത് കണ്ടൊരു മുടി ഇടാണ്. ഇതെന്തുവാ ഈ ദേഹത്ത് പൊടി? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കമന്റ് ഒക്കെ കുറച്ച് വായിക്കണം. എന്നിട്ട് നമുക്ക് അത്താഴത്തിന്റെ പരിപാടികളൊക്കെ നോക്കാട്ടോ. നമ്മുടെ വീട് പാലുകാച്ചിന്റെ അന്നത്തെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളൊക്കെ ഞാൻ കുറച്ച് വായിക്കാം കേട്ടോ. ആദ്യത്തെ കമന്റ് സുമാക്കെ 6257 എന്നുള്ള ID എന്നാണ്. ഇത്രയും നല്ല കാര്യം ഇച്ഛാശക്തിയുടെ ഒരു ബലത്തിൽ മാത്രം പൂർത്തീകരിച്ച അമ്മക്കിളിക്ക് ഇരിക്കട്ടെ. ഇന്നത്തെ ബിഗ് സല്യൂട്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു. ആ കമന്റിന് 47 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആ 47 പേർക്കും താങ്ക് യു കേട്ടോ. ശരിക്കും അതാണ്, വെറുതെ ഒരു നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. പിന്നെ ശ്യാമളാദേവി, വീട് പണി ഇത്രയും വേഗം തീർന്നതിൽ അമ്മക്കിലേക്കുള്ള പങ്ക് ദൈവം നടത്തിയതാണ് പ്രിയങ്ങളെ. പിന്നെ ഓമന ബാബു, എൻ്റെ അമ്മയുടെ പേരും ഓമന ബാബു എന്നാണ് കേട്ടോ. പ്രിയേ, ചേച്ചിക്ക് അനുജനോടുള്ള സ്നേഹത്തിന്റെ താജ്മഹലാണ് ആ വീട്. അത് ഒട്ടും ചെറുതല്ല. ലോകത്തുള്ള ഏത് വീടിനേക്കാളും വലിയ വീടാണത്. അത് കണ്ടിട്ട് എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു പോയി. അത് വീടല്ല, സ്നേഹക്കൂടാരം. അതെന്നും അങ്ങനെ തലയെടുപ്പോടെ നിൽക്കട്ടെ. അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം, സന്തോഷം. ഈ പറയുന്ന പോലെ എനിക്ക് അവനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അവന് ഈ ബാധ്യതകളെല്ലാം അവൻ ചെയ്ത് തീർക്കേണ്ടതാണ്. അവനോട് എനിക്ക് വേറെ ആരാ ഉള്ളത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുള്ളത് എൻ്റെ പപ്പയാണ്. എനിക്കുണ്ട് എന്ന് ഞാൻ കരുതിയ ആളാണ് എൻ്റെ പപ്പ. എൻ്റെ പപ്പ മരിച്ചതിന് ശേഷം അവൻ എനിക്ക് ഇളയതാണെങ്കിൽ പോലും അവനുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു. പിന്നെ അധികം ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് ഞങ്ങൾ മാത്രമായി. പപ്പ മരിച്ചതിന് ശേഷം ഒരു വർഷം, അവന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പപ്പ മരിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം അവന് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. വെൽഡിങ് വർക്ക്ഷോപ്പിൽ അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ അവൻ പോകാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഒരു 2 വർഷത്തിനകം എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ
അങ്ങനെ ഒരുപാട് പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അധിക സമയം ഇരുന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പറയും. പക്ഷെ അന്നൊന്നും നമുക്ക് അതിനുള്ള ചെറിയ പിള്ളേരാണ്, എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് അറിയത്തില്ല, പറഞ്ഞ ആരെങ്കിലും വഴക്ക് പറയും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കാരണം ഞങ്ങൾ അങ്ങനെ വിഷമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് പ്രായമായപ്പോ ഞങ്ങൾക്ക് തന്നെ അറിയാം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം എന്നൊക്കെ. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞു അവന് പ്രാരാബ്ദവും വിഷമങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ജീവിതത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ, അത് കാരണം അവന് അനുഭവിച്ച പ്രയാസങ്ങൾ അതൊക്കെ എനിക്കറിയില്ല. ഞാൻ കാരണം കുറേയൊക്കെ അവന് മാനസികമായിട്ടും കുറെ പ്രശ്നങ്ങൾ അവന് ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ. പിന്നെ ഷൈനി രാജു, വീടിന്റെ പണിയെല്ലാം ഇത്രയും പെട്ടെന്ന് തീർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജിൻസിയുടെ വീടിന്റെ കടങ്ങളെല്ലാം ഒഴിവായി വീട് നിങ്ങൾക്ക് സ്വന്തമാകും. എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അമ്മക്കിളി, വീട് കണ്ടിട്ട് ഒരുപാട് സന്തോഷം. ഞാനൊരു പ്രവാസിയാണ്, വീട് ഒരു സ്വപ്നമാണ്. ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ. താങ്ക് യു ഡിയർ. ജയ അനിലാണ് ആ കമന്റ് ഇട്ടത് കേട്ടോ. പിന്നെ പുഷ്പ മിടുക്കിയാട്ടോ, ചെറുതാണെങ്കിലും മനോഹരമായ വീട്, ഇതുപോലും ഇല്ലാത്ത എത്രയോ പേർ. ശരിയാണ്, എത്രയോ പേര് കടത്തന്നെ കിടന്നുറങ്ങുന്നു, ചോർന്നൊലിക്കുന്ന വീടിനകത്ത് കിടക്കും. നമ്മൾ അങ്ങനെ കിടന്ന അവസ്ഥ നമുക്കറിയാം. മഴ നനയാതെ സുരക്ഷിതമായ അടച്ചുറപ്പുള്ള കൊച്ചു വീടിന്റെ ഐശ്വര്യം അവിടെ ഉള്ളവരുടെ സ്നേഹമാണ്. ബാക്കി സൗകര്യങ്ങൾ പണത്തിന്റെ അനുസരിച്ച് പിന്നീട് ചെയ്യാമല്ലോ. ചെറിയ വീട്ടിൽ സ്നേഹം വിശ്വാസം ഒക്കെ കൂടും. നന്നായിരിക്കട്ടെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവട്ടെ. ഒരുപാട് വലിയ വീടുകളോടൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലെന്ന് വെച്ചാൽ കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ താമസിക്കാൻ എനിക്ക് എപ്പോഴും കൊച്ചു വീട് തന്നെ ഇഷ്ടം. മോനിക്കുട്ടനും അതുപോലെ എപ്പോഴും എന്നോട് പറയും, നമുക്കൊരു കൊച്ചു വീട് മതി, കൊച്ചു വീടാകുമ്പോൾ ഞാൻ വിളിച്ച അമ്മയ്ക്ക് കേൾക്കാൻ പറ്റും, ഞാൻ എവിടെയെങ്കിലും ഇരുന്നാൽ അമ്മയ്ക്ക് കാണാൻ പറ്റും. വലിയ വീടാണെങ്കിൽ എല്ലാം ഒഴിഞ്ഞു കിടക്കത്തില്ലേ, അപ്പൊ അവിടെ ഗ്രാനി വന്നിരിക്കും എന്നൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ. പിന്നെ തൂത്ത് ഉടയ്ക്കാനും ഒക്കെ ആരാണ്, കുഞ്ഞു വീടാകുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഇട്ടേക്കാം. പിന്നെ നെൽസി പോൾ, പ്ലാൻ ചെയ്ത ഒരു കാര്യം ചെയ്തു തീർക്കാൻ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതിലേറെ ആശ്വാസം, അത് അമ്മക്കളുടെ മുഖത്ത് കാണുന്നുണ്ട്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ വീട്ടിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സൽമ സലീം, എല്ലാ വിഷമവും മാറുമ്പോളെ വീട് ജപ്തിയായി പോവില്ല, എല്ലാവരും പ്രാർത്ഥിക്കും മോൾക്ക് വേണ്ടി. അമ്മക്കിളിയുടെ മനസ്സ് നല്ലതാണ്, ലവ് യു മോളെ. താങ്ക് യു സോ മച്ച്. അമ്മക്കിളിയുടെ മനസ്സ് നല്ലതാണെന്ന് നിങ്ങൾ പലരും പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ഒരു വ്യക്തികളോടും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പക വെച്ച് പുലർത്തുന്ന ഒരാളല്ല. എനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ അന്നേരം കുറച്ചൊരു മുഖം വീർപ്പിച്ചിരിക്കും. ചിലപ്പോൾ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എന്നെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്താൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും മറുപടി പറയും. അത് നേരത്തെയൊക്കെ. ഇപ്പോ അങ്ങനെ സാഹചര്യം നോക്കി, നമ്മുടെ ആരോഗ്യമൊക്കെ മോശമായതുകൊണ്ട് സാഹചര്യം നോക്കി വളരെ എന്താ പറയുന്നത്, ക്ഷമയോടെ ഇരിക്കും. അത്ര സഹിക്കാൻ വയ്യെങ്കിലും മറുപടി പറയുള്ളൂ. അപ്പോഴുണ്ടല്ലോ ആ കഴിഞ്ഞ കുറെ കാലങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ച ഒരു ദുഃഖം എന്തായിരുന്നെന്നറിയാമോ? നമ്മള് മനസ്സിൽ കരുതാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് ആരോപിക്കും. എന്നിട്ട് നമ്മുടെ മനസ്സ് ദുഷിച്ചതാണ്, അവൾ അങ്ങനെ ചിന്തിച്ചു, അവൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു വരുത്തി തീർക്കുക. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ്, സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് നമ്മളിലേക്ക് ആരോപിക്കപ്പെടുമ്പോൾ ഒരു അവസ്ഥ, അത് വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സ് ശുദ്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഞാൻ അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്കെല്ലാം കാരണമായ ഒരു വ്യക്തിയുണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുത്തി തീർത്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് എനിക്ക് വല്ലാത്ത വെറുപ്പാണ്. പക്ഷെ എനിക്ക് ആ വ്യക്തിയോട് ദേഷ്യമല്ല, വെറുപ്പാണ്. ഒരിക്കലും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ സംസാരിക്കാനോ അവരോട് കയർത്ത് അവരോട് വൈരാഗ്യം അങ്ങനെയുള്ള ഒന്നും എനിക്ക് ഇല്ല. പക്ഷെ ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുന്നത് പോലും ആ വ്യക്തിയുടെ മുഖം, ശബ്ദം ഒക്കെ എനിക്ക് വെറുപ്പാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, എല്ലാ കുടുംബത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ. പക്ഷെ അതിലേക്ക് നമ്മുടെ ഈ എന്താ പറയുന്നത്, കുറച്ചുകൂടെ അങ്ങ് ആളി കത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്ന രീതിയുണ്ടല്ലോ, അങ്ങനെ ആ രീതിയാണ് കേട്ടോ. അങ്ങനെ ഒരു വ്യക്തിയുണ്ട് എൻ്റെ ജീവിതത്തിൽ, അങ്ങനെ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിയോട് മാത്രമാണ് എനിക്ക് അല്പമെങ്കിലും ഒരു ഈ പറയുന്ന ഒരു വെറുപ്പ്, അത്രേ ഉള്ളൂ കേട്ടോ. എന്നാൽ പോലും ഒരു ദേഷ്യമോ വൈരാഗ്യമോ പാകയോ അങ്ങനൊന്നുമില്ല, എല്ലാം ദൈവത്തിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ദേവകി, മോളെ ജിൻസിക്കുട്ടി വീടുണ്ടാക്കാൻ ശ്രമിച്ചു, ഇത്രത്തോളം നടത്തി തന്ന ദൈവത്തിനോട് ഏറെ നന്ദി പറയുന്നു.
ജിൻസിമോളെ പോലെ ഒരു സഹോദരി ഉള്ളത് ആങ്ങളയ്ക്ക് ഒരു താങ്ങാണ്. എനിക്ക് സ്വന്തമായി വീടില്ല, ദൈവം എന്തെങ്കിലും നടത്തി തരും. അങ്ങനെ വിശ്വാസത്തോടെ ഇരിക്കാനാണ് ഇഷ്ടം. തീർച്ചയായിട്ടും ആ ആഗ്രഹം നടക്കട്ടെ, നടക്കും കേട്ടോ, ഉറപ്പായിട്ടും നടക്കും. എല്ലാ നന്മകളും നൽകി ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. കാർത്തികയാണ് കേട്ടോ. പിന്നെ സുന്ദർ ഫാമിലി സ്ഥിരം കമന്റ് ഇടുന്ന ആളാണ്. അമ്മക്കളിക്ക് സ്വന്തമായി ഒരു കൂട് കിട്ടിയതിൽ സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ കനകി എന്നാണോ, അക്ഷരത്തെറ്റ് വല്ലതും ഉണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. 21 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. ഒരുപാട് പെറുക്കി കെട്ടി കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നു. ഇപ്പോൾ 28/5/2025 ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ പാല് കാച്ചി. ഇതുപോലെ ഞങ്ങൾ മാത്രമുള്ള ഒരു ചടങ്ങ്. ദൈവത്തിന് നന്ദി. ഈ സന്തോഷമായിട്ടിരിക്കാട്ടോ. പിന്നെ സിസിലി എന്നാട്ടോ ബാക്കി ഒരു അക്കങ്ങളാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. പിന്നെ സീമ വീട് ചെറുതായാലും അവിടെ താമസിക്കുന്നവരുടെ മനസ്സിന്റെ ഒത്തൊരുമയും സമാധാനവുമാണ് വലുത്. അതുണ്ടെങ്കിൽ ആ വീട് സ്വർഗമാണ്. നിലവിളക്ക് കത്തിച്ച് വീടിനുള്ളിൽ കയറിയത് കണ്ടപ്പോൾ വളരെ സന്തോഷം. പ്രാർത്ഥനകൾ, ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ ഹിൽമ ഷെറിൻ ഒരുപാട് സന്തോഷം. അനിയൻകുട്ടനെ കൊച്ചു സ്വർഗം പണിത് കൊടുത്തതിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. പണിത് കൊടുത്തതല്ല, പണിയാൻ കൂടെ നിന്നേ ഉള്ളൂ കേട്ടോ. സിന്ധു മുത്തിനെ കണ്ടപ്പോൾ അമ്മക്കിളിയുടെ സന്തോഷം. അമ്മക്കിളി, നിങ്ങളുടെ സന്തോഷത്തിനോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. ഇടയ്ക്ക് മാമിയെ കണ്ടിരുന്നു. മാമിയും സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ ജിഷ തോമസ്, ചടങ്ങുകളിലൊന്നും വലിയ കാര്യമില്ല, വീട്ടിൽ താമസിക്കുന്നവരുടെ സ്നേഹമാണ് വലുത്. ജിൻസിയുടെ വീടിന് നൂലാമാലകളെല്ലാം മാറി സ്വന്തമാകാൻ ദൈവം കൂടെ ഉണ്ടാവും, എല്ലാം ശരിയാവും. ഒരുപാട് സന്തോഷം. പിന്നെ മിനി ജോഷി, വീടിന്റെ വലിപ്പച്ചെറുപ്പം ഒന്നും കാര്യമാക്കേണ്ട, സന്തോഷവും സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷം. സുബൈദ, സൂപ്പർ കൊച്ചു വീട്, ഒത്തിരി ഇഷ്ടമാണ് അമ്മക്കളിയുടെ വീഡിയോസ്, താങ്ക് യു. പിന്നെ ജയാനില് പുതിയ വീട്ടിലെ ജീവിതം കണ്ടിട്ട് ഒരുപാട് സന്തോഷം. ഞങ്ങൾ 28 വർഷം ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പഠിച്ച് ജോലിയായി വീട് വാങ്ങിച്ചു. 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് താമസം മാറും. എല്ലാം ഭഗവാന്റെ കാരുണ്യം. അമ്മക്കളിയുടെ ആഗ്രഹം പോലെ ഭഗവാൻ എല്ലാം സാധിപ്പിച്ചു തരും കേട്ടോ. വിഷമിക്കേണ്ട, ഞാൻ മെസ്സേജ് ഇടാറില്ല. വീടും ജീവിതവും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, അതുകൊണ്ടാണ് മെസ്സേജ് ഇട്ടത്. ഒത്തിരി സന്തോഷം, ഒരുപാട് നന്ദി കേട്ടോ. എത്രയും പെട്ടെന്ന് വീട്ടിലെ ചടങ്ങുകളൊക്കെ നടന്ന് വീട്ടിൽ താമസം ആവട്ടെ. പിന്നെ മക്കളി നല്ല വീടാണ് കേട്ടോ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു. അത് ആ കമന്റ് ഇട്ടിരിക്കുന്നത് റോജ സന്തോഷാണ്, നമ്മുടെ പ്രിയപ്പെട്ട ആള് തന്നെയാണ് കേട്ടോ. പിന്നെ വിഷ്ണുപ്രിയ മനോജ്, മക്കളെ ഒരുപാട് ഇഷ്ടം, ഇനി ഉയരങ്ങളിലൊക്കെ എത്തട്ടെ. താങ്ക് യു. പിന്നെ സാൽഷിത, എല്ലാം നന്നായി വരും മക്കളെ, താങ്ക് യു. ശുഭ കേട്ടോ. അമ്മക്കളി യു ആർ ഗ്രേറ്റ്, ഒരുപാട് സന്തോഷം, താങ്ക് യു ഡിയർ. പിന്നെ അമ്മക്കളി സൂപ്പർ അല്ലേ, ചിരി കണ്ടാൽ മനസ്സ് നിറയും, താങ്ക് യു. പിന്നെ ഉമാദേവി, ഞാൻ ചാനൽ കാണാറുണ്ട്, ഒരു അഭിപ്രായവും ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറഞ്ഞു. കൂടപ്പിറപ്പ് സ്നേഹം നിസാരമല്ല, ഈശ്വരൻ കുട്ടിയുടെ കൂടെയുണ്ട്, സ്വന്തമാക്കാൻ പറ്റും, താങ്ക് യു ഡിയർ. പിന്നെ പ്രമീള ചേച്ചിയാണ്, പ്രിയ മക്കളിക്ക് വീഡിയോ കാണാൻ താമസിച്ചു പോയി, പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ കഴിഞ്ഞതിൽ സന്തോഷം. മക്കളുടെ ആത്മാർത്ഥതയും കരുതലും ആഗ്രഹവും സ്നേഹവും എല്ലാം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വേഗം സാധിച്ചത്, ദൈവാനുഗ്രഹം. ചേച്ചി എന്നെ വിളിച്ചായിരുന്നു, സംസാരിച്ചായിരുന്നു കേട്ടോ. നമ്മള് ഇടയ്ക്ക് ഞാൻ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിനൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ, ആ ചേച്ചിയാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. നിത്യ നായർ ചേച്ചി, ഒത്തിരി സന്തോഷമായി ഈ വീട് കണ്ടപ്പോൾ. എത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വീട് പണിഞ്ഞത്. ഇനി ദൈവം ചേച്ചി കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, താങ്ക് യു ഡിയർ. പിന്നെ അമ്മയാണ്, രാഗിണി അമ്മ ഇട്ടിരിക്കുന്ന കമന്റാണ്. അമ്മ നാട്ടിലായതിനാൽ കുറച്ച് ബിസിയാണ്, അതിനാൽ കമന്റ് ഇടാൻ വൈകിപ്പോയി, സോറി മോളെ, സാരമില്ല, പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നാ മതിയേ. പിന്നെ ലാലി, ഒരുപാട് സന്തോഷമായി മോളെ, ചെറുതെങ്കിലും ഐശ്വര്യമുള്ള വീട്. മോള് പറഞ്ഞതുപോലെ വീട്ടിൽ താമസിക്കുന്നവരുടെ സന്തോഷമാണ് വലുത്. ആങ്ങളുടെ ഹാപ്പി ആയിരിക്കാൻ പറയണം, ഇത്രയൊക്കെ നടത്തി തന്ന ഭഗവാൻ എന്നും നല്ലതേ പറ്റൂ, താങ്ക് യു. സന്തോഷം അമ്മക്കളി, എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, താങ്ക് യു ഡിയർ. അത് ആ കമന്റ് ഇട്ടിരിക്കുന്നത് സൗമ്യയാണ് കേട്ടോ, സൗമ്യ രമേശൻ കേട്ടോ. പിന്നെ ഷൈമ, വീടൊരു അമ്മക്കിളിക്കൂട് തന്ന വീട് ഒരു അമ്മക്കിളിക്കൂട് തന്നെ, എല്ലാ നന്മകളും നേരും, താങ്ക് യു ഡിയർ. പിന്നെ നമ്മുടെ സ്ഥിരം ആളാണ്, ഇതാണല്ലേ ആ സ്നേഹക്കിളിക്കൂടെ, ഒരുപാട് സന്തോഷം. ഈ കുടുംബം എന്ന സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ദൈവം അതിന് വഴിയൊരുക്കുമെന്ന് അമ്മൂസ് തെളിയിച്ചു, താങ്ക് യു.
പിന്നെ ഫയർ മാസ്ക് അങ്ങനെ ഒരു ഐഡിയ നിന്നാണ് ഇരിക്കുന്നത്. എൻ്റെ അമ്മക്കിളിക്ക് ബിഗ് സല്യൂട്ട്, താങ്ക് യു ഡിയർ. പിന്നെ ഗീതാസ് ഡയറി, നല്ല സ്വർഗം പോലെ ഒരു വീടാണ് അമ്മക്കിളി, ബിൽഡിംഗ് അല്ല വേണ്ടിയത്, ഒരു ഒരു ആശാനാണ്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തായാലും കമന്റ് ഇട്ടോ, എനിക്ക് സന്തോഷം. പിന്നെ ഒരുപാട് സന്തോഷം, ഇങ്ങനെയൊക്കെ ആയാലും എന്നാലും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആക്കി എടുത്തുവല്ലോ, വളരെ സന്തോഷം. പ്രാർത്ഥനയോടെ താങ്ക് യു ഡിയർ. പിന്നെ വിജയശ്രീ, സന്തോഷം കൊണ്ട് ഒരു കമന്റും കൂടി ഞാൻ ഇടുകയാണ്, ഒരു കുഞ്ഞു സ്വർഗമാണ് ആ വീട്, ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ സത്യഭാമ, ആര് പറഞ്ഞു ആശീർവാദങ്ങളിൽ നിന്ന് ഒരുപാട് ആശംസകൾ, നേരിലെത്താൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, എന്ന് നന്മകളോട്ടെ ആവട്ടെ. താങ്ക് യു. ഉണ്ണിയാർച്ച ജിൻസി, യു ആർ എ ട്രൂ ഇൻസ്പിറേഷൻ. What you have achieved is incredible. May you all have happy, healthy, joyous life and all the very best in the new home. Thank you so much. ജയശ്രീ, നല്ല സന്തോഷം തോന്നി മോളെ, എല്ലാം നന്നായി വരും. താങ്ക് യു. ലിജി തോമസ്, സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സുനിത, എല്ലാവരുടെയും സന്തോഷം കണ്ട് കണ്ണു നിറഞ്ഞു, പ്രത്യേകിച്ച് അമ്മയുടെ ചിരി എന്നും അങ്ങനെ ആയിരിക്കട്ടെ, സന്തോഷം. പിന്നെ ലക്ഷ്മി നായർ, ദൈവം എല്ലാം നടത്തും, ബാക്കി പണികൾ കൂടി വേഗം നടത്താൻ കഴിയും. കൺഗ്രാറ്റുലേഷൻസ് ടു യു, യുവർ ബ്രോ ആൻഡ് യു. താങ്ക് യു സോ മച്ച്. പിന്നെ കുഞ്ഞോനും ജാനിക്കുട്ടിയോട് സ്നേഹം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മക്കിളി എൻ്റെ വീടിൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്, വളരെ സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഷീജ ജെയ്സൺ ആണ് കേട്ടോ, താങ്ക് യു ഡിയർ. പിന്നെ സജനി, കണ്ണു കാണുന്നില്ല, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയെന്ന് തോന്നുന്നു. സാജൻ ജയഗോപാൽ, അങ്ങനെ കണ്ട കേട്ടോ, വളരെ വളരെ സന്തോഷം, വീഡിയോ കണ്ട് മനസ്സ് നിറഞ്ഞു, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പിന്നെ സൂസമ്മ, ആശീർവാദമില്ലെന്ന് പറയല്ലേ അമ്മക്കിളി, എല്ലാവരുടെയും ആശീർവാദവും ബ്ലെസ്സിങ്സും ഉണ്ട് ശരിയാട്ടോ, ഒരുപാട് സന്തോഷം. പിന്നെ ഏഞ്ചൽ വർഗീസ്, ഒത്തിരി സന്തോഷം ജിൻസി ചേച്ചി, ചക്കര അമ്മക്കിളി ഈ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ആദി, ഒത്തിരി സ്നേഹം ചേച്ചി, ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, സന്തോഷം. പിന്നെ ഇനി ശ്യാമളാദേവി, ബാക്കി പണിയും എല്ലാം പെട്ടെന്ന് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പിന്നെ മിനി സുകുമാർ, സ്വന്തമായൊരു ഒരു വീടായല്ലോ, ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ സുജ, എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും സമാധാനവും ആ ഭവനത്തിൽ ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രാർത്ഥനയെക്കാട്ട് വലുത് എന്തുവാ ഉള്ളത്, അത് മതി പ്രിയങ്ങളെ. ബിന്ദു കാർത്തികേയൻ, ഒത്തിരി സന്തോഷമായി, ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലായ്പ്പോഴും. മിൽഡ ഷിനോജ്, ചെറുതാണെങ്കിലും നല്ല നിലയിൽ പണി തീർക്കാൻ ദൈവം അനുഗ്രഹിച്ച് സാധിച്ചാലോ അത് മതി, ഇനി അതിനുള്ളിൽ സമാധാനത്തോടെ കഴിയാൻ സാധിച്ചാൽ മതി, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പിന്നെ സിന്ധു, നല്ല വീടാണ് അമ്മക്കിളി, എല്ലാത്തിനും ദൈവം കൂടെ ഉണ്ടാകും, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പ്രീത, എല്ലാം സമാധാനം സന്തോഷം തരും, ആ വീട്ടിൽ എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ. താങ്ക് യു ഡിയേഴ്സ്. പിന്നെ ഗീത, ഒത്തിരി സന്തോഷം, ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഷീജ, ഒത്തിരി ഷീനയുണ്ട് കേട്ടോ, ഷീന, ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ, സന്തോഷത്തോടെ മുന്നോട്ട് പോകും. താങ്ക് യു ഡിയർ. പിന്നെ ബീന സാമുവേല്, ഹാറ്റ്സ് ഓഫ് യു ഡിയർ ജിൻസി ഫോർ ദിസ് അച്ചീവ്മെന്റ്. ഗോഡ് Almighty has been merciful to you and your family. May you be a testimony to glorify God. Thank you so much. റെനി സാം, നമ്മുടെ സ്വന്തം റെനി ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചിയോട് ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ആരവങ്ങളും ആഡംബരങ്ങളും ഇല്ലാതെ എന്നല്ലാതെ ആശീർവാദമുണ്ട് നമ്മക്കളെ, ശരിയാണ് കേട്ടോ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബിന്ദു രാധാകൃഷ്ണൻ, നമ്മക്കളെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീത, ദൈവം എല്ലാ സന്തോഷവും ഐശ്വര്യവും തരട്ടെ, അന്നപൂർണ്ണ ദേവി എപ്പോഴും ആ അടുക്കളയുടെ കലവറ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ. പിന്നെ മുംതാസ് റിയാസ്, അമ്മക്കിളി ഒരുപാട് സന്തോഷം ഫാമിലിയോടെ. താങ്ക് യു ഡിയർ. അനിത മാത്യു, ഒരുപാട് സന്തോഷം, ദൈവാനുഗ്രഹത്താൽ എല്ലാം നന്നായി വരും. താങ്ക് യു. ശാലിനി മധു, ഒന്നും പറയാനും എഴുതാനും ഒന്നും പറ്റുന്നില്ല, സന്തോഷം കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല, അടുത്തുണ്ടായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് അനിയത്തിക്കുട്ടിക്ക് ഒരു ഉമ്മ തന്നേനെ, നമ്മുടെ അമ്മക്കിളി തീയിൽ കുരുത്തവളാണ്, ഒരിക്കലും പാടത്തില്ല, എല്ലാ അനുഗ്രഹത്തോടും കൂടി സന്തോഷത്തോടു കൂടി സ്നേഹിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. പിന്നെ മറിയാമ്മ ജോസഫ്, കൺഗ്രാറ്റുലേഷൻസ് ഡിയേഴ്സ്. അമ്മക്കിളി കുക്കു അമ്മ, കൺഗ്രാറ്റുലേഷൻസ് ഡിയേഴ്സ് ഫോർ യുവർ അമേസിംഗ് എഫോർട്ട് ടു കംപ്ലീറ്റ് ദി ഹൗസ്. My hugs and kisses to the kids. God bless you dears abundantly. Thank you so much dear.
ലീന ലിനോ, എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ദൈവം ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കട്ടെ. താങ്ക് യു. പിന്നെ ജിജി അന്നമ്മ, ഹായ് അനിയത്തിക്കുട്ടി. അവിടെ അധികം ആരുമില്ല എങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രാർത്ഥനകളും ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ താജു ചേച്ചിക്കുട്ടി, ഇന്നാണ് വീഡിയോ കണ്ടത്. ചേച്ചി വീട്ടിൽ കയറുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ആ വീട്ടിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. വീട് വെച്ച് കടം തീർക്കാൻ ആങ്ങളയ്ക്ക് പെട്ടെന്ന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വ്യാഴവും വെള്ളിയും RCC പോയിരുന്നു. അത് അടുത്ത ഡീറ്റെയിൽസ് കേട്ടോ. അതിൻ്റെ ഒരു മറുപടി അയക്കട്ടെ. പിന്നെ സജിന അമോസെ, വീട് സൂപ്പർ, ഒരുപാട് സന്തോഷമായി ഈ വീഡിയോ കണ്ടപ്പോൾ. താങ്ക് യു ഡിയർ സുമി. ഒരുപാട് സന്തോഷം, കാത്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. എന്നും സന്തോഷത്തോടെ ആ വീഡിയോ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കമന്റുകളുണ്ട് ആ വീഡിയോയ്ക്ക് കേട്ടോ, എല്ലാം വായിച്ച് തീർക്കാൻ പറ്റിയില്ല. പിന്നെ ബെറ്റി മാത്യു, വിജയശ്രീ, ശ്രീലത നായർ, ഷാലിനി സന്തോഷ്, കാതറിൻ ഫെർണാണ്ടസ്, പിന്നെ ബിസ്മീനാസ് നമ്മുടെ സ്ഥിരം കമന്ററാണ്. പ്രസന്ന ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് മീ കണ്ണൻ എന്നുള്ള ID എന്ന് വന്നിട്ടുണ്ട് കമന്റ്. ശ്രീലത, പിന്നെ ശ്രീകല ദിനേഷ്, താങ്ക് യു. പിന്നെ സിന്ധു ഷാജി കമന്റ് ഇട്ടിട്ടുണ്ട്. മായ തുളസി കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ PSC ട്രിക്സിൽ നിന്ന് കമന്റ് വന്നിട്ടുണ്ട്. പിന്നെ അനില സിബി കമന്റ് ഇട്ടിട്ടുണ്ട്. പൊന്നമ്പാടി കമന്റ് ഇട്ടിട്ടുണ്ട്. ഗോപിക MD, പിന്നെ ആദിദേവ് ഷോ, പിന്നെ സൂര്യ ജയന്ത്, റീമ, അനില സിബി, ലക്ഷ്മി, ജയശ്രീ നായർ, സിന്ധു ശ്രീകുമാർ, ബിന്ദു, പിന്നെ ഒരു ലക്ഷ്മി, പിന്നെ ഗോൾബസി അറിയിച്ചിട്ടുണ്ട്. നിഷ വിജയൻ, മിനി ബി കമന്റ് ഇട്ടിട്ടുണ്ട്. മൈ വേൾഡ് എന്നുള്ള ID കമന്റ് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം എല്ലാവരോടും. പിന്നെ ദേവി ചന്ദ്രൻ ഗോൾബസി അറിയിച്ചിട്ടുണ്ട്. പ്രീതി വിത്ത് ലോട്സ് ഓഫ് ലവ് ആൻഡ് പ്രേയേഴ്സ് അറിയിച്ചിട്ടുണ്ട്. സിന്ധു അജയ് സൂപ്പർ മക്കളി എന്ന് പറഞ്ഞിട്ടുണ്ട്. സീന പോൾ ഗോൾബസി അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. പിന്നെ സീന പോൾ 2 കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കൺഗ്രാറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. ബിന്ദു കുണ്ടറ, വീട് സൂപ്പർ, താങ്ക് യു ഡിയർ. ബിന്ദു സന്തോഷ് കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഷൈനി, ലവ് യു ഡിയർ. മിനി, മേ ഗോഡ് ബ്ലസ് യു അവൻഡർലി, താങ്ക് യു. നിരഞ്ജിദേവ് ഇങ്ങനെ കേട്ടോ കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ റോസി, ശൈല മാത്യു, വിമല സുരേഷ്, ലീന മോൾ, റാണി വിനോദ്, രേഷ്മ ജിൻഡോ, അങ്ങനെയാണെന്ന് തോന്നുന്നു. പേര് മാറ്റം തെറ്റിയാൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ ശോഭന നന്ദകുമാർ, സച്ചി വർഗീസ്, സോഫി, ശൈലജ ഷുക്കൂർ, മറിയ, ബിന്ദു ശ്യാം, പിന്നെ സുനില യോഹൻ, ശ്രീജ സുന്ദർ, ഷാലിനി അനിൽ, നമ്മുടെ ദീപ്തിക്കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട്. ബിജി അനിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. പ്രീജ പ്രകാശൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ബിസ്മി നാസർ കമന്റ് ഇട്ടിട്ടുണ്ട്. ജ്യോതി ഉമാശങ്കർ കമന്റ് ഇട്ടിട്ടുണ്ട്. ജയ ജോസ് കമന്റ് ഇട്ടു. വിജയ കിച്ചൻ മാജിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു ജയ അനില്. പിന്നെ ഓമന രാജൻ, ബിൻസി ജേക്കബ്, സ്മിത, ജയശ്രീ, മധുസൂദനൻ പണിക്കർ ഓൾ ദ ബെസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. സുമി നായർ, പിന്നെ സെൻസർ ഗുരു നമ്മുടെ സ്ഥിരം കമന്ററാണ്, സൂപ്പർ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. ഗീത, ഡേസി കോശി, ബീന മാമൻ, ജയശ്രീ, സരള ക്രിസ്റ്റഫർ, സുനില യോഹൻ, ജാസ്മിൻ, ജോജോ, അൽഫോൺസ, ലിജോ. തെറ്റുണ്ടെ ക്ഷമിക്കണേ, എനിക്ക് ഒത്തിരി ഇങ്ങനെ നീളത്തിൽ അക്ഷരങ്ങൾ വരുന്ന എനിക്ക് കണ്ടുപിടിക്കുന്നില്ല. പിന്നെ റെമി അജിത്ത്, അച്ചു അശ്വതി, ബിന്ദു, ഗീത ജോൺ, സുമാദേവി, രാധാകൃഷ്ണൻ, ഷീല, ലക്ഷ്മി, അനിത ജോസഫ് ഗോഡ് ബ്ലസ് യു അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. ജെസി രാജു, താങ്ക് യു. ദിവ്യ മനു മുല്ലശ്ശേരി, നമ്മുടെ ആങ്ങളുടെ ഒക്കെ വീട്ടുപേരും മുല്ലശ്ശേരി എന്നാണ്. ആൻഡോ ജോസ്, ശ്രീകൃഷ്ണ, ബിന്ദു വർഗീസ്, റൂബി ജോൺ, വിജി ഷിജി, ആര്യ ശ്യാം, ആര്യാസ്, അൽഫോൺസ, ഹേവാഷി നമ്മുടെ സ്ഥിരം ആളാണ് കേട്ടോ. യമുന, പിന്നെ സ്മിത തോമസ് ദേവി, താങ്ക് യു. പിന്നെ കുറച്ച് മഞ്ജു മോഹൻ, പിന്നെ കുറച്ച് അക്കങ്ങളൊക്കെ ഉള്ള സോന,
അജിത്ത് ഫ്ലവർ അതൊക്കെ ഐഡിയ ഞാൻ വായിക്കുന്ന പേര് ശരിക്കും നോക്കാൻ കഴിയില്ല കേട്ടോ. അനുധാര കുക്കുവിനോട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം. കുക്കുവിനോട് പറയാനേ പറ്റൂ, കുക്കു മടിച്ചിക്കോതെയാണ്. പിന്നെ ബിന്ദു ചേച്ചി കോഴിക്കോട്ടൊന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, ബിന്ദു വേണു കമന്റ് ഇട്ടിട്ടുണ്ട്, ലക്ഷ്മി, പിന്നെ സുന്ദരൻസ് എന്ന് പറഞ്ഞ എഴുതി വന്നിട്ടുണ്ട് കമന്റ്, പിന്നെ സ്മിത, ഗീത ബോസ്, ജിജോ, റീജ, ദിനേശൻ, പിന്നെ കുറച്ച് ലവ് ഒക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹം എന്റെ പ്രിയങ്ങൾ. എന്റെ കാര്യമായിട്ട് വേദനിക്കുന്നു. കുറച്ചെങ്കിലും എന്റെ പ്രിയങ്ങളോട് ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ ഒരു സന്തോഷമാണ് എനിക്ക്. ശ്രീലത മനോജ്, ഷീജ ബാബു, ആതിര സുഭാഷ്, ജ്യോതിലക്ഷ്മി. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ജ്യോതിലക്ഷ്മി, ശുഭലക്ഷ്മി. അവര് ഇരട്ടക്കുട്ടികളായിരുന്നു. പക്ഷെ അവരെ കണ്ടാല് ഒരു മാച്ചിങ്ങും ഇല്ലാത്ത അങ്ങനത്തെ ഇല്ലേ, അങ്ങനെയുള്ളവരായിരുന്നു. എന്നോട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിപ്പൊക്കെ എവിടെയാണോ എന്തോ. ശുഭയെ ഞാൻ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ അവരെയൊന്നും കണ്ടിട്ടില്ല. അവരെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. കാരണം ജ്യോതിയുടെ ബുക്കൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കണ്ടാൽ നമുക്കങ്ങ് ഇങ്ങനെ അങ്ങ് ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കാൻ തോന്നും. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നോട്ട് ബുക്കാണ് ജ്യോതിക്കുള്ളത്. ശുഭ എൻ്റെ അടുത്തല്ലേ ഇരുന്നത്, ജ്യോതി എൻ്റെ അടുത്ത് തന്നെയാണ് ജ്യോതി ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കാണാം. അതുപോലെ കുഞ്ഞക്ഷരമാണ് ജ്യോതിയുടേത്. എന്നിട്ട് കുഞ്ഞക്ഷരം നല്ല അമർത്തി പിടിച്ച് എഴുതുമ്പോൾ ഒരു പേജ് എഴുതി കഴിയുമ്പോൾ ഇപ്പുറത്തെ പേജിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നില്ലേ, അപ്പൊ ആ പേജിലും കൂടെ എഴുതി കഴിയുമ്പോൾ ഈ പേജ് അങ്ങ് കട്ടിയുള്ള പോലെ തോന്നും. അങ്ങനെ നോട്ട് ബുക്കെല്ലാം അതിൻ്റെ കൂടെ ഒരു നല്ല മണമാണ് ജ്യോതിയുടെ നോട്ട് ബുക്കിനെല്ലാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അവളെ മറക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടും. അപ്പൊ ഇനി അത്താഴത്തിന്റെ പരിപാടികൾ നോക്കാൻ പ്രിയങ്ങളെ ചോറൊന്ന് വാർത്തിടണം. അപ്പൊ നമ്മുടെ വീടിന്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിറയെ സ്നേഹം, ഒരുപാട് സന്തോഷം, എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥന കേട്ടോ. ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഇപ്പൊ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ എഴുതിയിടുക. അടുത്ത ഒരു വീഡിയോയിൽ അതിനുള്ള മറുപടി ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ ലൈവിൻ്റെ കാര്യം വീഡിയോ നേരത്തെ അറിയിക്കാം, എന്നിട്ട് വീഡിയോയിൽ പറയാം കേട്ടോ. അതിനകത്ത് ചിക്കൻ്റെ പീസൊന്നുമില്ല, ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. നമ്മുടെ തോരനും മോരും. ചാനൽ തുടങ്ങിയപ്പോൾ മോനിക്കുട്ടനാണോ ഇത്? ചാനൽ തുടങ്ങിയപ്പോ മോനിക്കുട്ടൻ കുഞ്ഞാപ്പിയായിരുന്നു അല്ലേ? ഇപ്പോഴും കുഞ്ഞാപ്പി, എന്റെ കുഞ്ഞാപ്പിയ. മോനിക്കുട്ടൻ ബ്രെഡാ കഴിക്കുന്നത്, ഞാൻ ചോറിനാൻ പോവാം. നമുക്ക് കഴിച്ചിട്ട് വരാം. നമ്മുടെ ബ്രെഡ് ഫ്രൈ ആണ്. ബട്ടർ ഇട്ട് തേച്ച് ചിക്കൻ ചാറുപൊടി, ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇരിക്കും. അടിപൊളി. കുഞ്ഞാ പറഞ്ഞോ കഴിച്ചിട്ട് വരാം. ഓരം വിളമ്പട്ട്. ചിക്കൻ്റെ ചാറേ ഉള്ളൂ, ഉരുളക്കിഴങ്ങാണ് കേട്ടോ. കഴിക്കട്ടെ പ്രിയങ്ങളെ. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ടാറ്റാ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.